അന്ന് കാനായിലെ കല്യാണ വീട്ടിൽ വെച്ച് കൽഭരണികളിൽ നിറഞ്ഞു തുളുമ്പിയ പച്ചവെള്ളം വീഞ്ഞാക്കി മാറ്റിയ യേശുനാഥൻ ആ കുടുംബത്തിൽ ആനന്ദത്തിൻ്റെ ലഹരി പകർന്നു നൽകി. ഇന്ന് ലോകത്തിൻ്റെ ലഹരി തേടി ജീവിത വ്യഗ്രതയോടെ അലയുന്ന വ്യക്തിജീവിതങ്ങളും കുടുംബങ്ങളും അവരുടെ ഹൃദയത്തിൽ സ്വർഗത്തിൻ്റെ ലഹരി നിറയ്ക്കാൻ ദൈവവചനം നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന കൽഭരണികളായി ചില അമൂല്യ ജീവിതങ്ങൾ. ഒരിക്കൽ ലോകത്തിൻ്റെ ലഹരി പകർന്നു നൽകിയിരുന്ന അവരുടെ ജീവിതങ്ങൾ ഇന്ന് യേശുവിൻ്റെ വചനം വിളമ്പുന്ന കൽഭരണികളായി മാറിയിരിക്കുന്നു. ഇത് ഒരു യാത്രയുടെ തുടക്കമാണ്. ജീവിതത്തിലെ ചില യാത്രകളുടെ മധ്യേ നഗരത്തിൻ്റെ തിരക്കിനിടയിൽ നാം കണ്ടിട്ടുള്ള ചില രംഗങ്ങൾ, ഒരു പക്ഷേ നാം കണ്ടിട്ടും കാണാതെ പോകുന്ന ആ രംഗങ്ങൾക്ക് പിറകിൽ ഇതുപോലുള്ള ചില ഒരുക്കങ്ങളുണ്ട്. തിരുസഭയെ പടുത്തുയർത്തിയ ആദിമ ശിഷ്യരുടെ സുവിശേഷ പ്രഘോഷണ വേദികൾ തെരുവുകളായിരുന്നു. കല്ലേറും പരിഹാസവും ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്ന സുവിശേഷ പ്രഘോഷണം. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. ഈ കല്ലേറിൻ്റെ സുവിശേഷം ഏറ്റെടുക്കുവാൻ ശ്രീ ഔസേപ്പച്ചൻ ചെറുനിലത്തെ പ്രേരിപ്പിക്കുന്നത് തമ്പുരാൻ്റെ ഈ വചനം തന്നെ. കാണുക, പുത്തൻ കഥയുമായി മറ്റൊരു കൽഭരണി. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അടുത്തും അകലെയുമായിട്ട് നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിൽ നിന്നും അല്പം ചില ദൂതുകൾ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. നമ്മളെ ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് ആയിരിക്കുന്ന അവസ്ഥയിൽ വ്യവസ്ഥ കൂടാതെ അനന്തമായി നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. എന്നാൽ ആ സ്നേഹം നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്നില്ല. എന്താണ് കാരണം? മരിച്ചു കിടക്കുന്ന ഒരു വ്യക്തിയെ ചുംബിച്ചാൽ ആ വ്യക്തി ചുംബനം അറിയുന്നുണ്ടോ? കാർമേഘമുള്ളപ്പോൾ നമുക്ക് സൂര്യനെ കാണാൻ പറ്റുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, നമ്മളിൽ പാപം കുടിയിരിക്കുമ്പോൾ നമുക്ക് ദൈവത്തെ കാണുവാൻ സാധ്യമല്ല. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് മദ്യവും മയക്കുമരുന്നും അതുപോലെയുള്ള മറ്റു പലതരത്തിലുള്ള ദുഷ്കർമ്മങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ തിന്മയിൽ നിന്ന് തിന്മയിലേക്ക് കൂട്ടുകൊത്തിക്കൊണ്ടിരിക്കുകയാണ്. അറിവ് വർദ്ധിക്കുന്നതിനനുസരിച്ച് നന്മ വർദ്ധിക്കുന്നില്ല. അറിവ് വർദ്ധിക്കുന്നതിനനുസരിച്ച് സമൂഹത്തിൽ തിന്മ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സമൂഹം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് മദ്യമെന്ന ദുരന്തം. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ റോഡുകളിൽ ഇഷ്ടംപോലെ മദ്യക്കുപ്പികൾ കിടക്കുന്നത് കാണാം. ആ ഒഴിഞ്ഞ മദ്യക്കുപ്പികളെ നമ്മൾ എടുത്തു നോക്കിയാൽ അതിലൊരു വാചകം എഴുതിയിട്ടുണ്ട്:
എൻ്റെ പേര് ഔസേപ്പച്ചൻ, വീട്ടുപേര് ചെറുനിലം, കണ്ണൂർ ജില്ലയിലെ ആലക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ തറവാട്. ഞാൻ കോഴിക്കോട് 30 വർഷമായിട്ട് ജീവിക്കുന്നു. എൻ്റെ വീട്ടിൽ ഞങ്ങൾ 8 സഹോദരങ്ങളാണ്, 4 പെൺമക്കളും 4 ആണുങ്ങളും. അതിൽ മൂത്ത ആൺമകനാണ് ഞാൻ. എൻ്റെ ചാച്ചന് 1967 മുതൽ 71 വരെ മദ്യ ബിസിനസ് ഉണ്ടായിരുന്നു. റേഞ്ച് അടക്കമാണ് നടത്തിയിരുന്നത്. എൻ്റെ ചാച്ചന് ആദ്യമായിട്ട് ഷാപ്പിൽ ലേലം കൊണ്ട് വീട്ടിൽ വന്നപ്പോൾ എൻ്റെ ഗ്രാൻഡ് ഫാദർ ആയിട്ട് സംസാരിക്കുന്നത് കേൾക്കുവാനിടയായി. അന്ന് എനിക്ക് ഏതാണ്ട് ഒരു 14 വയസ്സ് പ്രായമേ ഉള്ളൂ. എൻ്റെ ഗ്രാൻഡ് ഫാദർ ഈ വിവരം അറിഞ്ഞപ്പോൾ എൻ്റെ ഫാദറിനോട് പറഞ്ഞത്, നീ എത്രമാത്രം സമ്പാദിച്ചെന്ന് പറഞ്ഞാൽ, എത്ര ലക്ഷങ്ങൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും എനിക്കൊരു സന്തോഷവുമില്ല. ഇത് പാവപ്പെട്ട പെണ്ണുങ്ങളുടെ കണ്ണുനീരാണ്. അതിനുശേഷം എൻ്റെ വല്യമ്മയും എൻ്റെ അമ്മയും ചാച്ചനോട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ മദ്യ ബിസിനസ്സിൽ നിന്ന് എങ്ങനെയും രക്ഷപ്പെടണം, ഇത് നമുക്ക് ശാപം വരുത്തി വയ്ക്കും എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അന്നു മുതൽ ഞാനിത് ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇതെൻ്റെ ഒരു ചിന്താവിഷയമായി. ഞാൻ മദ്യപാന്മാരെയൊക്കെ കാണുമ്പോൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. കൂടുതലും ഈ ഷാപ്പുകളിൽ വന്ന് മദ്യം കഴിച്ച് ലക്കുകെട്ട് വഴിയേരിയിലൊക്കെ കിടക്കുന്നത് പാവപ്പെട്ട കൂലിപ്പണിക്കാരാണ്. അപ്പോൾ അതൊക്കെ എൻ്റെ മനസ്സിനെ വളരെയേറെ വേദനിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ ചാച്ചൻ തൻ്റെ സ്നേഹിതരുടെ നിർബന്ധം മൂലമാണ് ഈ ബിസിനസ്സിലേക്ക് വന്നത്. അതിൽ നിന്ന് പിന്മാറാനുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ആദ്യത്തെ ആ കാലയളവിൽ തന്നെ ഭീമമായ നഷ്ടം പറ്റി. വീണ്ടും അതിൽ പറ്റിയ നഷ്ടം നേടി അത് തിരിച്ചു പിടിച്ചിട്ട് ഇത് നിർത്താമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി വീണ്ടും പിടിച്ചു. വീണ്ടും നഷ്ടം പറ്റി. അങ്ങനെ ഏതാണ്ട് 5 വർഷത്തിലേറെ ഈ മദ്യ ബിസിനസ് നടത്തി. അപ്പോൾ ഇതിനിടയിൽ എൻ്റെ കൊച്ചു മനസ്സിൽ അന്ന് എനിക്ക് വന്നൊരു ചിന്ത ഇതായിരുന്നു, ചാച്ചന് ലാഭം കിട്ടിയാൽ വീണ്ടും ചാച്ചൻ ഈ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകും. അതുകൊണ്ട് നഷ്ടം പറ്റിയെങ്കിൽ മാത്രമേ ഈ ബിസിനസ് ചാച്ചൻ നിർത്തുകയുള്ളൂ. പക്ഷേ ഭീമമായ നഷ്ടം പറ്റിയതൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് ചാച്ചൻ മദ്യ ബിസിനസ്സിൽ നിന്ന് പിന്മാറണമെങ്കിൽ അതിൽ നഷ്ടം പറ്റണം, എന്നാലേ പിന്മാറുകയുള്ളൂ. അതുകൊണ്ടൊരു നഷ്ടം വരുത്തി ഇതിൽ നിന്ന് പിന്മാറാൻ ഇടവരുത്തണമേ എന്നാണ്. പക്ഷേ എൻ്റെ അമ്മയും വല്യമ്മയും ഒക്കെ ഈ പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഈ മദ്യ ബിസിനസ്സിൽ നിന്ന് പിന്മാറാൻ വേണ്ടി. പക്ഷേ അതൊരു വലിയൊരു തകർച്ചയിലേക്കാണ് ഞങ്ങളെ നയിച്ചത്. 1971-72 കാലഘട്ടങ്ങളിൽ അത് ഷാപ്പ് നിർത്തിയെങ്കിലും അതിൻ്റെ ആ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഈ അടുത്തകാലം വരെ ഞങ്ങളെ പിന്തുടർന്നുകൊണ്ടിരുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ മദ്യവ്യവസായം നടത്തിയ പലരെയും എനിക്കറിയാം. ചിലർ ധാരാളം പണം ഉണ്ടാക്കിയവരുണ്ട്. പക്ഷേ ധാരാളം പണം ഉണ്ടാക്കിയവരാണെന്ന് പറഞ്ഞാലും അവരുടെയൊക്കെ കുടുംബങ്ങളിൽ നിരവധി പ്രശ്നങ്ങളാണ്. പെൺമക്കളെ കല്യാണം നടക്കുന്നില്ല, അതുപോലെ മന്ദബുദ്ധികൾ ജനിക്കുന്നു, അതുപോലെ അവർക്കിന്നും മദ്യം കഴിക്കാതെ കടന്നുറക്കാൻ പറ്റത്തില്ല. അവർ അസ്വസ്ഥരാണ്. അങ്ങനെ ഒരു ഭാഗത്ത് കാണും. പിന്നെ മറുഭാഗത്ത് മദ്യ വ്യവസായം നടത്തി തകർന്നു പോയവർ. പിന്നെ എനിക്കറിയാവുന്ന ചിലരുടെ കുടുംബങ്ങളിൽ വിശ്വാസ തകർച്ച. എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരു കുടുംബത്തിൽ 3 മക്കളാണുള്ളത്. 2 മക്കൾ അന്യജാതിക്കാരെ വിവാഹം കഴിച്ച് അവർ വിശ്വാസം ഉപേക്ഷിച്ചു പോയി. അതുപോലെ പെൺമക്കൾ തങ്ങളെക്കാളും താഴ്ന്ന നിലവാരത്തിലുള്ളവരുടെ കൂടെ അവർ സ്നേഹിച്ച് അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഇങ്ങനെയൊക്കെയുള്ള ധാരാളം തകർച്ചകളുടെ അനുഭവങ്ങളാണ് എനിക്ക് കേൾക്കുവാൻ സാധിച്ചിട്ടുള്ളത്. മദ്യവ്യവസായം നടത്തി നല്ല നിലയിൽ ജീവിക്കുന്ന മക്കളായിട്ടും അതുപോലെ മക്കളുടെ മക്കളായിട്ടും നല്ല നിലയിൽ ജീവിക്കുന്ന ഒരു കുടുംബത്തെ എനിക്കിന്നുവരെയും കാണാൻ സാധിച്ചിട്ടില്ല. സമ്പത്ത് ഉണ്ടാക്കിയവർക്ക് ആ സമ്പത്ത് വേണ്ട പോലെ അനുഭവിക്കാൻ പറ്റുന്നില്ല. അവർക്ക് കുടുംബത്തിൽ നിരവധിയായ പ്രശ്നങ്ങൾ, അനുസരണയില്ലാത്ത മക്കൾ, താന്തോന്നികളായ മക്കൾ, അതുപോലെ വിശ്വാസം ഉപേക്ഷിച്ചു പോകുന്നു, ദുർനടപ്പുകാർ, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നല്ല ഈ വ്യവസായം കൊണ്ട് പണമുണ്ടാക്കാൻ നോക്കുന്നവരെ ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. പക്ഷേ എന്നാലും അനേകം മനുഷ്യർ ഇന്നും
പണത്തോടുള്ള ആർത്തി മൂലം ഈ വ്യവസായത്തിലേക്ക് ഇന്ന് ചാടുകയാണ്. അപ്പോൾ അവരൊക്കെ ശ്രദ്ധിക്കേണ്ടത് തങ്ങൾക്ക് മുമ്പ് ഈ മദ്യ വ്യവസായം നടത്തിയവരുടെ അവസ്ഥ അവരൊന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. വലിയ ബംഗ്ലാവും കാറും എസ്റ്റേറ്റും ഒക്കെ ഉള്ള ഭവനങ്ങളാണെന്ന് പറഞ്ഞാലും അങ്ങനെയുള്ള കുടുംബങ്ങളിലൊന്നും സമാധാനമില്ല, യഥാർത്ഥ സന്തോഷമില്ല, അവർക്കൊന്നും ദൈവഭയമില്ല, യഥാർത്ഥ ദൈവഭയമില്ല. ഇതെല്ലാം തൊലിപ്പുറത്ത് നിൽക്കുകയാണ്. എനിക്ക് ഭാര്യയും 2 മക്കളാണുള്ളത്. മക്കളുടെ വിവാഹമൊക്കെ കഴിഞ്ഞു. മൂത്ത മകൾ ഡോക്ടറാണ്, അവളുടെ ഭർത്താവും ഡോക്ടറാണ്. രണ്ടാമത്തെ മകൾ ഗൾഫിലാണ്, അവളൊരു കോളേജ് അധ്യാപികയായിരുന്നു. ഇപ്പോൾ അവളുടെ വിവാഹമൊക്കെ കഴിഞ്ഞ് അവർ ദോഹയിലാണ്. 2 പേർക്കും മക്കളായി. എൻ്റെ കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങളെല്ലാം കഴിഞ്ഞു. ഞാനിന്നൊരു മുഴുവൻ സമയ സുവിശേഷകനാണ്. പ്രധാനമായിട്ടും ഞങ്ങൾ ചെയ്യുന്നത് തെരുവുകളിൽ പോയി യേശുവിലൂടെയുള്ള വിടുതലാണ് പ്രഘോഷിക്കുന്നത്. അപ്പോൾ അതിൽ ഈ മദ്യവർജന സന്ദേശങ്ങളുമുണ്ട്. ഞങ്ങൾ തെരുവിലൊക്കെ ചെന്ന് വിളിച്ചു പറയുന്നത് രക്ഷ യേശുവിലൂടെയാണ്. കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് മനുഷ്യവർഗത്തെ തങ്ങളുടെ പാപത്തിൽ നിന്നും, തങ്ങളുടെ ശാപത്തിൽ നിന്നും, രോഗത്തിൽ നിന്നും, തകർച്ചയിൽ നിന്നും എല്ലാം രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ച് 5 പ്രധാനപ്പെട്ട തലങ്ങളാണുള്ളത്. അവൻ ആത്മീയമുണ്ട്, മാനസികമുണ്ട്, ശാരീരികമുണ്ട്, സാമൂഹിക തലവുമുണ്ട്. ഈ 5 തലങ്ങളിലും മോചനം തരുവാൻ കഴിയുന്ന ഏക ദൈവം കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. ഈ യേശുവിലൂടെ രക്ഷ പ്രാപിച്ച അനേക സംഭവങ്ങൾ, സാക്ഷ്യങ്ങൾ, വചനോത്സവം, അതുപോലെ ശാലോം തുടങ്ങിയ മാസികകളിലൂടെ അത് ഞങ്ങൾ വിതരണം ചെയ്തുകൊണ്ട് അതവരെ മൈക്കിൽ കൂടി അവരെ വായിച്ച് കേൾപ്പിച്ച് നിങ്ങളിതൊന്ന് വാങ്ങുക, വായിക്കുക, ഇത് സൗജന്യ രക്ഷയാണ്. നമുക്ക് വായു, ഏറ്റവും പ്രിയപ്പെട്ട പ്രധാനപ്പെട്ട വായു സൗജന്യമായിട്ട് ലഭിക്കുന്നത് പോലെ, വെളിച്ചം സൗജന്യമായിട്ട് ലഭിക്കുന്നത് പോലെ ഈ രക്ഷയും സൗജന്യമാണ്. വിശ്വസിച്ച് ഏറ്റുപറഞ്ഞാൽ മതി. നമ്മുടെ എല്ലാ പാപങ്ങളിൽ നിന്നും, പാപബന്ധനങ്ങളിൽ നിന്നും, നമ്മുടെ തകർച്ചകളിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തു നമുക്ക് മോചനം തരും. ഇതാണ് ഞങ്ങൾ തെരുവുകളിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 16-ാം അധ്യായം 20-ാമത്തെ തിരുവചനം പറയുന്നു, മറ്റൊരുവൻ സ്ഥാപിച്ച അടിസ്ഥാനത്തിൽ പണിയാതെ ക്രിസ്തുവിനെ അറിയാത്ത സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കുന്നതിൽ ഞാൻ അത്യധികം ഉത്സാഹം കാണിച്ചു. സുവിശേഷം കേട്ടവരോട് സുവിശേഷം പറയുക എന്നുള്ളത് അത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. സുവിശേഷം കേട്ടിട്ടില്ലാത്തൊരു സമൂഹത്തിൽ പോയി സുവിശേഷം പറയുക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആദ്യത്തെ 3 നൂറ്റാണ്ടുകൾ സുവിശേഷം കേട്ടിട്ടില്ലാത്തവരുടെ ഇടയിലേക്ക് അപ്പസ്തോലന്മാർ ഇറങ്ങിച്ചെന്ന് അവരോട് സുവിശേഷം പറഞ്ഞു. അവർക്ക് വളരെയേറെ അതിൻ്റെ പേരിൽ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നു, മർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വന്നു. അവരിൽ പലരും രക്തസാക്ഷികളായിട്ട് മരിച്ചു. അപ്പോൾ ഇത് കല്ലേറിൻ്റെ സുവിശേഷമാണെന്ന് പറയാം. കേട്ടവരോട് തന്നെ വീണ്ടും വീണ്ടും പറയുക എന്ന് പറഞ്ഞാൽ അത് കയ്യടിയുടെ സുവിശേഷമാണ്. അപ്പോൾ നമ്മുടെ ചുറ്റുപാട് ഇന്ന് കാണുന്നത് മുഴുവൻ അതാണ്. അപ്പോൾ അതുകൊണ്ടാണ് തെരുവിലേക്ക് ഇറങ്ങി, കേട്ടിട്ടില്ലാത്തവരുടെ ഇടയിലേക്ക് ഇറങ്ങി, വിശ്വാസം കേൾവിയിൽ നിന്ന് കേൾവി ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. അപ്പോൾ കേട്ടിട്ടില്ലാത്തവരിലേക്ക് ഈ സന്ദേശം കൊടുത്ത് അവരെ ഈ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ആ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം. അപ്പോൾ അതുകൊണ്ടാണ് തെരുവ് ശുശ്രൂഷയിലേക്ക് ഇറങ്ങാൻ ഞാൻ എനിക്ക് ഇടയായി തീർന്നത്. 2003 മാർച്ച് മാസത്തിലാണ് ആദ്യമായിട്ട് ഞാൻ ഈ ശുശ്രൂഷ ആരംഭിച്ചത്. ഞാൻ മൈക്കുമായിട്ട് ബേപ്പൂർക്ക് പോകുന്നൊരു ബസ്സിൽ കയറി അരക്കണ്ണർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നപ്പോൾ അവിടെ ധാരാളം ആൾക്കാരെ കണ്ടു. അവിടെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അതിന് തൊട്ടടുത്താണ് മാറാടെന്ന് പറഞ്ഞ സ്ഥലം, 9 പേരെ കൊല ചെയ്ത സ്ഥലം. അപ്പോൾ എനിക്ക് വളരെ ഭയം തോന്നി. ഞാൻ ലൂക്ക 10:19 പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ സമയം നടന്നു.
പാമ്പുകളുടെയും തേളുകളുടെയും ദുഷ്ടൻ്റെ സകല ശക്തിയുടെ മേൽ ചവിട്ടി നടക്കാൻ നിനക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു എന്നുള്ള ആ അധികാരത്തിൻ്റെ വചനം പറഞ്ഞ് ഞാൻ അല്പസമയം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നപ്പോൾ എനിക്കൊരു ധൈര്യം കിട്ടി. ഞാൻ വചനം പറയാൻ വേണ്ടി നോക്കുമ്പോൾ എനിക്ക് നിൽക്കാൻ പറ്റിയൊരു സ്ഥലമുണ്ട്. പക്ഷേ അവിടെ ഉന്തുവണ്ടിക്കാർ പച്ചക്കറി ഉന്തുവണ്ടിയിൽ വെച്ച് വിൽക്കിട്ടുകൊണ്ടിരിക്കുക. ഒരു ഉന്തുവണ്ടിക്കാരൻ്റെ അടുക്കൽ ചെന്നിട്ട് എനിക്ക് ഇവിടെ നിൽക്കാൻ അല്പം സ്ഥലം തരാമോ എന്ന് ചോദിച്ചു. ഉടനെ എന്തിനാണെന്ന് അയാൾ ചോദിച്ചു. ഞാൻ ഉടനെ ബാഗിനകത്തുനിന്ന് എൻ്റെ മെഗാഫോൺ, കോളാമ്പി പോലുള്ള മെഗാഫോൺ എടുത്തു. പെട്ടെന്ന് അയാൾ എനിക്ക് അവിടെ നിൽക്കാനുള്ള സൗകര്യം ചെയ്തു തന്നു, മൈക്ക് വെക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്നു. ഞാൻ ഈ മൈക്ക് ഓൺ ചെയ്ത് അതിൽ നിന്ന് ബൈബിൾ എടുത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു നിമിഷം പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ വചനം പറയാൻ പോവുകയാണ്. എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയത്തില്ല. ചത്താലും ചത്തില്ലെങ്കിലും ഞാൻ വചനം പറയും. ഇങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചത്. അപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത ഒരു ധൈര്യം കിട്ടി, ശക്തി കിട്ടി. ഞാനവിടെ ചുറ്റും നിന്നവരോട് വചനം പറയാൻ തുടങ്ങി. സത്യത്തിൽ എന്താണ് പറയേണ്ടതെന്ന് ആലോചിച്ചൊന്നുമല്ല ഞാൻ വന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവം അവിടെ പറയേണ്ടത് എൻ്റെ നാവിൽ തന്നു എന്നുള്ളതാണ് സത്യം. ഞാൻ ബൈബിൾ ഉയർത്തിപ്പിടിച്ച് നിന്ന് പറഞ്ഞത്, പ്രിയപ്പെട്ടവരെ, ഈ ബൈബിളുമായിട്ട് ഞാൻ നിൽക്കുമ്പോൾ കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഞാനൊരു ക്രിസ്ത്യാനിയാണെന്ന്. പക്ഷേ നിങ്ങൾ എന്നെ അന്യനായിട്ട് കാണരുത്. തോമാശ്ലീഹ വന്നതിന് ശേഷമേ കേരളത്തിൽ ക്രിസ്ത്യാനി ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ പൂർവികർ ഈ ഭാരതീയ പാരമ്പര്യത്തിൽ ജീവിച്ചിരുന്നവരാണ്. തൊട്ടടുത്ത് നിന്ന് മുസ്ലിങ്ങളോട് ഞാൻ പറഞ്ഞു, സഹോദരന്മാരെ, നിങ്ങളും എനിക്ക് അന്യനല്ല. ഇബ്രാഹിം നബിക്ക് 2 മക്കൾ, ഇസ്മായിൽ, ഇസ്ഹാക്ക്. ഞാൻ ഇസ്ഹാക്കിൻ്റെ മകനാണെങ്കിൽ നിങ്ങൾ ഇസ്മായിലിൻ്റെ മക്കളാണ്, നമ്മളൊരു ബാപ്പാൻ്റെ മക്കളാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാം ഒരപ്പിൽ നിന്നും ഒരമ്മയിൽ നിന്നും വന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനും അപ്പുറത്ത് നമുക്ക് സ്വർഗത്തിലൊരു ദൈവമുണ്ട്. നമ്മൾ ഏത് ജാതിയിൽപ്പെട്ടവരായാലും മതത്തിൽപ്പെട്ടവരായാലും നമ്മളൊരു ദൈവത്തിൻ്റെ മക്കളാണ്. ഒരു പൂന്തോട്ടത്തിൽ പലതരത്തിലുള്ള പൂക്കളുള്ളതുപോലെ നമ്മളിപ്പോൾ പല ആശയങ്ങളിൽ, പല അഭിപ്രായങ്ങളിൽ നമ്മളിവിടെ ജീവിക്കുന്നു. പക്ഷേ നമ്മളൊരു ദൈവത്തിൻ്റെ മക്കളാണ്. ഒരപ്പന് 10 മക്കളുണ്ടെങ്കിൽ 10ഉം 10 തരമായിരിക്കുന്നത് പോലെ നമ്മൾ പലരും പല ആശയക്കാരും പല സ്വഭാവക്കാരുമാണെങ്കിലും നമ്മളൊരു ദൈവത്തിൻ്റെ മക്കളാണ്. നമ്മൾ ഏകോദര സഹോദരന്മാരെ പോലെ ജീവിക്കേണ്ടവരാണ്. പക്ഷേ ഇവിടെ ദൗർഭാഗ്യകരമായൊരു സംഭവം നടന്നു. 9 പേരെ കൊല ചെയ്തു. കഴിഞ്ഞ വർഷം 7 പേരെ കൊന്നു. അത് ഈ വർഷം അത് വർദ്ധിച്ച് 9 ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതിന് ഒരവസാനം എന്താണ്? അതേക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായ യേശു ക്രിസ്തു കുരിശിൽ തൂങ്ങി മരിക്കുമ്പോൾ അവിടുന്ന് പ്രാർത്ഥിച്ചത്, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്ന ഇവരോട് ക്ഷമിക്കണമേ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആ ക്ഷമയുടെ ആ മാതൃക കർത്താവായ യേശു ക്രിസ്തു പ്രസംഗിക്കുക മാത്രമല്ല ജീവിതത്തിൽ കാണിച്ചു തരിക കൂടി ചെയ്തു. നമ്മുടെ കർത്താവിൻ്റെ കുരിശിലെ ക്ഷമിക്കുന്ന സ്നേഹം ഞാൻ അവിടെ ഏതാണ്ട് 1 മണിക്കൂറെടുത്ത് അവിടെ പ്രസംഗിച്ചു. പ്രസംഗം കഴിഞ്ഞപ്പോൾ എൻ്റെ ചുറ്റും നിന്നിരുന്നവർ പറഞ്ഞു, നിങ്ങൾ ഇനിയും വരണം, ഇത് ഈ നാട്ടുകാർ കേൾക്കേണ്ടതാണ്. അപ്പോൾ അതിനിടയിൽ നിന്നുകൊണ്ട് ഒരാൾ വിളിച്ചു പറയുകയാണ്, ഇതിന് തൊട്ടടുത്ത് ഇതുപോലെ ആളുള്ള വേറൊരു ജംഗ്ഷനുണ്ട്, നിങ്ങൾ അവിടെയും പോയി പ്രസംഗിക്കണമെന്ന്. എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം, ആ പ്രദേശത്ത് ഒരൊറ്റ ക്രിസ്ത്യാനി പോലും ഇല്ലാത്ത സ്ഥലമാണ്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും അല്ലാതെ മറ്റൊരു ജാതിയുമില്ലാത്ത സ്ഥലത്ത് അവിടെ യേശുവിൻ്റെ പ്രബോധനത്തിന് അത്രമാത്രം അവിടെ സ്വീകാര്യത കിട്ടി. ഇതെനിക്ക് ഒത്തിരി ഉത്തേജനം ലഭിച്ചു. അതോടുകൂടിയാണ് ഈ ശുശ്രൂഷയിൽ തുടർന്ന് മുന്നോട്ട് പോകുവാനും ഇന്ന് കേരളം ഒട്ടാകെ ഏതാണ്ട് 500-ലധികം ആൾക്കാർ ഈ ശുശ്രൂഷയിലേക്കും വരാൻ ഇടയായത് ഈ സംഭവത്തോടു കൂടിയാണ്. എൻ്റെ പേര് ലൗലി എന്നാണ്. ദേവഗിരി ഇടവകയാണ്. ഞങ്ങൾ എല്ലാ മാസത്തിൻ്റെയും 1-2 ദിവസമെങ്കിലും ഞങ്ങൾ തെരുവ് ശുശ്രൂഷയ്ക്കായി പോകാറുണ്ട്. മുക്കം, വയനാട് തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളിലും പോയി ദൈവത്തിൻ്റെ തിരുവചനം പറയാൻ
ഇടയാക്കാൻ എന്നെ പ്രേരിപ്പിച്ചതും കൊണ്ടുവന്നതുമെല്ലാം ഔസേപ്പച്ചൻ ബ്രദറായിരുന്നു. ഞാൻ വചനം കൊടുക്കണമെന്നുള്ള തീവ്രമായ ആഗ്രഹത്തിൽ കാത്തിരുന്നപ്പോഴാണ് അങ്ങനെ അദ്ദേഹത്തിനെ പരിചയപ്പെടാനിടയായി. അദ്ദേഹത്തിൽ നിന്നും കിട്ടിയ ഉൾപ്രേരണയും കൂടുതൽ പ്രോത്സാഹനവും ഞങ്ങളെ വീട്ടിൽ വന്ന് വിളിച്ചു പോയി ഞങ്ങളെ തെരുവുകളിൽ നിർത്തി ഞങ്ങളെ സുവിശേഷം പ്രഘോഷിക്കാൻ പഠിപ്പിച്ചു. ഇന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും സ്വന്തമായിട്ട് നിന്ന് വചനം പ്രഘോഷിക്കാൻ സാധിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഗ്രൂപ്പിൽ 30ഓളം ആൾക്കാർ ഉണ്ട്. കേരളത്തിൻ്റെ അങ്ങേയറ്റം മുതൽ കാസർഗോഡ് വരെയുള്ള ആളുകളെ എടുക്കുമ്പോൾ 500-ൽ കൂടുതൽ ആൾക്കാർ ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. ഞങ്ങളുടെ ഈ 30 പേരിൽ കുറഞ്ഞത് 2-3 പേരെങ്കിലും ഓരോ സ്ഥലത്ത് നിന്ന് ചില സൗകര്യമുള്ള ആൾക്കാർക്ക് സൗകര്യമുള്ളപ്പോൾ 8-10 പേര് ഒന്നിച്ച് നിൽക്കും. അല്ലാത്തപ്പോൾ 2-3 പേരെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് അങ്ങനെ ഒരു ദിവസം തന്നെ പല സ്ഥലങ്ങളിലായിട്ട് നിന്നുകൊണ്ട് ഒത്തിരി സമയം ഓരോരുത്തരും 10 മിനിറ്റ് 15 മിനിറ്റ് എടുക്കാറുണ്ട്. അങ്ങനെ വചന ശുശ്രൂഷയിൽ ഞങ്ങൾ വ്യാപൃതരായി കഴിയുന്നു. വചനം പറയുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരിയേറെ സന്തോഷവും ആത്മാവിന് എന്തെന്നില്ലാത്ത ആനന്ദവും അനുഭവപ്പെടാറുണ്ട്. അന്ന് ഞങ്ങൾക്ക് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ സാധിക്കും. അതുതന്നെയാണ് ഞങ്ങളുടെ വചനത്തിൽ കൂടെ കിട്ടുന്ന ഏറ്റവും വലിയ നേട്ടം. വചനം പ്രഘോഷിക്കാൻ തുടങ്ങിയതിനു ശേഷം കുടുംബത്തിൽ വലിയ മാറ്റങ്ങളുണ്ടായി. കുട്ടികൾക്ക് വിശ്വാസം വർദ്ധിച്ചു. ചിലപ്പോൾ അവധി കിട്ടുമ്പോൾ കുഞ്ഞുങ്ങൾ ഞങ്ങളോടൊപ്പം വരികയും വചനം പ്രഘോഷിച്ച് കഴിയുമ്പോൾ വഴിയിൽ നിന്ന് ഈ ഒരാഴ്ച ഉള്ളു സോദര ദൈവത്തിനായി ജീവിക്കുവാൻ എന്നുള്ള പാട്ടുകൾ പാടുകയും ചെയ്യാറുണ്ട്. പലപ്പോഴും ചിലരിൽ നിന്നും വിഷമിക്കുന്ന ഞങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്ന അനുഭവങ്ങളുണ്ടാകും. പക്ഷേ ഞങ്ങൾ തളരാറില്ല, പതറാറില്ല. ഉത്സാഹത്തോടുകൂടെ ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ മുന്നേറുന്ന ഒരു നല്ല ഒരു ഐക്യമുള്ള സമൂഹമായിട്ട് ഞങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീ ഔസേപ്പച്ചൻ ചെറുനിലം എനിക്ക് 30 കൊല്ലത്തെ പരിചയമുണ്ട്. ദൈവത്തിൻ്റെ വചനദാസനായി ജീവിക്കുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ, പ്രത്യേകിച്ച് പിതാവ് മദ്യവ്യവസായം നടത്തിയിരുന്ന വ്യക്തിയായിരുന്നു. ഔസേപ്പച്ചൻ ഇഷ്ടമില്ലാഞ്ഞുകൊണ്ട് ഔസേപ്പച്ചനിൽ നിന്ന് മാറുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാപരമായി പിതാവിൽ നിന്നെല്ലാം മാറി പൂർണ്ണമായിട്ട് നല്ലൊരു ക്രിസ്ത്യാനിയായി ജീവിക്കാനായിട്ട്, മദ്യരഹിതനായി ജീവിക്കാനായിട്ട് സാധിച്ചു. ഇന്ന് ഔസേപ്പച്ചനെ പറ്റി പറയുമ്പോൾ അദ്ദേഹം എന്നും മദ്യവിരുദ്ധനാണ്. ഒരു തരത്തിലും മദ്യാസക്തിയെ പ്രോത്സാഹിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിക്കില്ല. ദൈവത്തിന് വേണ്ടി ദൈവവചനം പറയാനും കേൾക്കാനും എപ്പോഴും തയ്യാറായിട്ട് നടക്കുന്ന ഒരു എളിയ ദാസനാണ് ഔസേപ്പച്ചൻ. പലരുടെയും മാനസാന്തരത്തിന് ഔസേപ്പച്ചൻ ദൈവം ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം വലിയൊരു മാതൃകയാണെന്ന് എനിക്ക് പറയാൻ സാധിക്കും. തിരുവാരങ്ങളിൽ വചനം പ്രഘോഷിക്കുവാനും പള്ളികളിൽ വചനം പ്രഘോഷിച്ച് യേശുവിൻ്റെ രണ്ടാമത്തെ വരവിനെ പറ്റി ചിത്രങ്ങൾ കാണിക്കാനൊക്കെ അദ്ദേഹം വളരെ താല്പര്യമെടുക്കുന്നുണ്ട്. സ്വന്തം കയ്യിൽ നിന്ന് പോലും പണം ചിലവാക്കിയാണ് അദ്ദേഹം ഈ വചന പ്രഘോഷണം നടത്തുന്നത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനങ്ങളെ കുറിച്ച് പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും സമൃദ്ധമായ ദൈവാനുഗ്രഹം ലഭിക്കാനായിട്ട് ദൈവസന്നിധിയിൽ മുട്ടുകുത്താനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യാം.